പ്രൈസ് ദ ലോർഡ്. ഹെൽപ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ് മീ ലോഡ് എന്ന ചാനൽ ഓപ്പൺ ചെയ്ത് ആ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് ചുമന്ന കളറിൽ ഒരു ബട്ടൺ കാണും. അത് പ്രസ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ റോസ്റ്റ് ആണ്. ദൂരയാത്രയ്ക്കൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ഒരു ചിക്കൻ റോസ്റ്റ് ആയത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം എണ്ണ വേണ്ട. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ചെറുതും വലുതുമായിട്ട് 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ചെറിയ 2 കഷ്ണം ഇഞ്ചി. ഇത് ആദ്യം നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം. ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പൊ അധികം വലുതായിട്ടല്ല, ഞാൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പൊ മുളക് പൊടി കുറച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചതച്ച് ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കറിവേപ്പില, ലേശം മല്ലിയില, വേണമെങ്കിൽ 2-3 പുതിനയില കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ. ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും നമുക്ക് ഈ മസാല പുരട്ടി അടച്ചു വെച്ചേക്കാം. ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളമായി. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ തീ ഏറ്റവും സ്ലോ ആയിട്ട് ഇട്ടേക്കുന്നത്. ഇനി നമുക്കൊരു 4-5 മിനിറ്റ് അടച്ചിട്ടൊന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. ആ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ തന്നെ അടച്ചിടാം. ഞാൻ തീ ലേശം കൂടെ കൂട്ടിയിട്ടുണ്ട്. ചിക്കനിൽ നിന്നും നല്ലോണം വെള്ളം ഇറങ്ങി തുടങ്ങി. ചിക്കൻ വെന്തും തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇതിപ്പോ എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ഈ 5 മിനിറ്റ് ചെറുതീയിൽ അടച്ചിട്ടില്ലേ, അങ്ങനെ അടച്ചിട്ട ശേഷം തുറന്നിട്ട് തീ കൂട്ടിയിട്ട് ഇളക്കി ഡ്രൈ ആയിട്ടങ്ങ് ആക്കി എടുത്താൽ മതി, റോസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇത് പക്ഷേ എല്ലൂടുണ്ട്, അതുകൊണ്ട് വേവാൻ ഒരു ഇച്ചിരി കൂടെ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. എല്ലില്ലാത്തയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിത് അടച്ചിടുന്നില്ല, തുറന്നു കിടന്ന് പറ്റട്ടെ. ഞാനിപ്പോ മീഡിയം തീയിലായിട്ടേക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് എണ്ണ കണ്ടോ, നമ്മൾ ഒരു 2 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ള ആദ്യം ആ എണ്ണയായത്. അപ്പൊ ഇതിനേക്കാൾ കുറച്ചൊഴിച്ചാലും മതി. ഇത് ഡ്രൈ ആയി തുടങ്ങി, പക്ഷേ കഷ്ണങ്ങൾ വെന്തില്ല എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നു എങ്കിൽ ഞാൻ ഈ പറഞ്ഞ സമയത്തേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ അടച്ചിട്ട് വേവിക്കണേ. അപ്പൊ ഇത് നിങ്ങൾക്ക് എത്രയും ഡ്രൈ ആക്കണോ അത്രയും ആക്കാം. ഞാൻ ദേ ഈ പരുവത്തിന് ഓഫ് ചെയ്യുവാണേ. കാരണം ചപ്പാത്തിക്കൊക്കെ ഒരു ഇച്ചിരി മസാല ടൈപ്പ് ഇങ്ങനെയാ നല്ലത്. തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആവും. ഇപ്പൊ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയൊക്കെ കറക്റ്റാ, അത്യാവശ്യം നല്ല സ്പൈസിയാ. ഗരം മസാല വേറെ ഇട്ടിട്ടില്ല, ഇട്ടത് മാത്രമേ ഉള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. നല്ല മണമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം ചിക്കൻ മസാല ചേർക്കാമേ. അപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സ്പൈസി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.